പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ 2026 ഏപ്രിൽ 9 കേരളത്തിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ടൊരു 2.25 കോടി ജനങ്ങൾ വിധി എഴുതി. അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയായി. ഏതാണ്ട് 10-40 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ഈ വിധിയെഴുത്തിൻ്റെ സൂചനകൾ എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ആദ്യമായി എനിക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് സമാനതകളില്ലാത്ത, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള, അഭൂതപൂർവമായിട്ടുള്ള ഒരു ഒരു അൺഇക്വിവോക്കലായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ വിധിയെഴുത്ത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വിധിയെഴുത്ത് UDF നൽകാൻ പോകുന്നത് സമാനതകളില്ലാത്ത വിജയമാണ് എന്നുകൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, UDF ഇതിനു മുമ്പ് കേരളത്തിൽ വലിയൊരു വിജയം നേടിയത് 2001 അന്ന് 99 സീറ്റാണ് UDF അന്ന് ലഭിച്ചത്, AK ആന്റണിയുടെ നേതൃത്വത്തിൽ. 62 MLA കോൺഗ്രസിന് തന്നെ ഉണ്ടായി. ആ 2001 നേടിയ വിജയത്തിന് ശേഷം പിന്നീട് UDF അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. 2006 UDF ദയനീയമായി തോറ്റു. 2011 ചെറിയൊരു ഭൂരിപക്ഷത്തിന് വന്നു. 2016 2021 അതിദയനീയമായി തോറ്റു. അങ്ങനെ 1/4 നൂറ്റാണ്ട് കാലം ദുർബലമായി ജയിക്കുകയും ദയനീയമായി തോൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിന്നത്. 2001 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 99 സീറ്റിലേക്ക് വന്നത്. സുഹൃത്തുക്കളെ, എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 2026 മെയ് 4 UDF നേടാൻ പോകുന്നത് ഒരുപക്ഷെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം UDF നേടിയിട്ടുള്ള ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. 100 സീറ്റിൽ കൂടുതൽ UDF നേടാൻ സാധ്യതയെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ചെയ്തിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു 100-110 മുകളിലേക്ക് പോയാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് ജയിച്ചു വരാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, UDF പേരിൽ നിന്ന് മിക്കവാറും ഒരു 90% സ്ഥാനാർത്ഥികളും ജയിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാം. ചിഹ്നത്തിലാണ് ആളുകൾ വോട്ട് ചെയ്തത്. ഞാൻ ഇന്നലെ വോട്ട് ചെയ്തു. ഞാനും ചിഹ്നമാണ് നോക്കിയത്. ചിഹ്നം, സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ നോക്കിയില്ല. ചിഹ്നം കൈപ്പത്തി വോട്ട് ചെയ്തു. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ വോട്ട് ചെയ്ത ജനങ്ങളുടെ ഒരു 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 ആവേശവും അവരുടെ ഇച്ഛാശക്തിയും അവരുടെ ആർജവും നമ്മൾ കണ്ടില്ലേ. അവർ എന്തൊക്കെയോ കണക്ക് കൂട്ടി ആരോടൊക്കെയോ ഉള്ള ഒരു പക തീർക്കാൻ വേണ്ടി അവർ വീട്ടിൽ നിന്ന് ഈ ഐഡൻറ്റിറ്റി കാർഡുമായി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ എന്തായാലും ഭരണ തുടർച്ചയ്ക്ക് ഇത്ര ആവേശപൂർവ്വം ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പം എന്തൊക്കെയോ മനസ്സിൽ ഉറച്ചുകൊണ്ട് അവരിറങ്ങിച്ചെന്നു, അവർ വോട്ട് ചെയ്തു പോയി. പുരുഷരും സ്ത്രീകളും ചെറുപ്പക്കാരും എല്ലാവരും. അപ്പോൾ എനിക്ക് വീഡിയോയിൽ കൂടി പറയാനുള്ളത്, അവരെ ആവേശപൂർവ്വം പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചത്, അവരെ തീരുമാനിച്ചുറച്ച് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് എന്തിനായിരുന്നു? എന്താണ് അവരെ പോളിംഗ് ബൂത്തിലേക്ക് ധാരധാരയായി എത്തിച്ചത്? എന്തുകൊണ്ടാണ് 40 വർഷക്കാലത്തിലധികം ഇല്ലാത്ത ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് പോയത്? നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്നത് SIR വന്നു, SIR വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലീൻ ചെയ്തു, ആവശ്യമില്ലാത്ത വോട്ട്, മരിക്കുന്ന വോട്ട് അവരുടെ എല്ലാം മാറ്റി, അതാണ് കാരണം എന്ന്. അതൊന്നുമല്ല, അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദമുഖങ്ങളാണ്. എത്രയോ ലക്ഷക്കണക്കിന് വോട്ട് കുറഞ്ഞു SIR വന്നതിനെ തുടർന്ന്. SIR വന്നതിനെ തുടർന്ന് എത്രയോ ലക്ഷം വോട്ട് കുറഞ്ഞിട്ടും 2021 ലക്ഷക്കണക്കിന് ആളുകൾ കൂടുതൽ ഈ തവണ വോട്ട് ചെയ്തു. അപ്പോൾ എന്തോ ഒരു കാരണം ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു.
അതെന്തായിരുന്നു? അതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ഓർക്കുകയായിരുന്നു 2006 99 സീറ്റിലാണ് LDF അധികാരത്തിലേറിയത്. അന്ന് UDF അല്ലെ LDF അധികാരത്തിലേറിയത് 2006 99 സീറ്റ്. അന്ന് LDF അധികാരത്തിലേറിയതിന് ഒരൊറ്റ കാരണം മാത്രമായിരുന്നു. എന്താണ്? VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കണം. ആ ഒരൊറ്റ കാരണമാണ് ആ തെരഞ്ഞെടുപ്പിൽ LDF 99 സീറ്റ് കിട്ടിയത്. 2001-2006 കാലഘട്ടത്തിൽ ഐതിഹാസികമായ ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാളെന്നുള്ള നിലയിലും 2006 തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ CPM നടത്തിയ ശ്രമങ്ങൾക്കെതിരെയും ഒക്കെ ഉള്ള ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു ഇളകി മറിയലായിരുന്നു 2006 നടന്നത്. അതൊരു രാഷ്ട്രീയ സുനാമിയായിരുന്നു. അപ്പം അന്ന് 2006 VS അച്യുതാനന്ദൻ എന്ന നേതാവിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് 2006 ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇളകി മറിഞ്ഞുവെന്ന് അലകടൽ പോലെ തിരമാലകൾക്ക് പുറകെ തിരമാലകൾ പോലെ ഇളകി മറിഞ്ഞുവെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റയാളെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു ജനങ്ങളുടെ ലക്ഷ്യമെന്ന് നമ്മൾ കാണണം. 2006 കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള VS അച്യുതാനന്ദനെ വൻ ഭൂരിപക്ഷത്തിൽ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതായിരുന്നു ജനങ്ങളുടെ ലക്ഷ്യമെങ്കിൽ 2026 20 വർഷങ്ങൾക്ക് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റുക എന്നുള്ള ഒരേ ലക്ഷ്യം 2006 അച്യുതാനന്ദനെ കൊണ്ടുവരികയാ എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിൽ 2026 പിണറായി വിജയനെ പുറങ്കാൽ കൊണ്ട് തൊഴിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യുവതികൾക്കും യുവാക്കൾക്കും വോട്ടവകാശമുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നും ഭേദമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുമുള്ളവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രം. ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരേ ലക്ഷ്യത്തിന് വോട്ടർമാർ വന്ന് വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ 2026 ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് നിസ്സംശയം പറയാം. 2006 VS അച്യുതാനന്ദനെ കൊണ്ടുവരുന്നതിന് എത്രയേറെ ആവേശം കാണിച്ചോ അതിൻ്റെ ഒരു 10 ഇരട്ടി ആവേശത്തിലാണ് പിണറായി വിജയനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ, തൂത്തെറിയാൻ, ആട്ടിപ്പായിക്കാൻ ജനങ്ങൾ കാണിച്ച ആവേശം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് UDF സ്ഥാനാർത്ഥി ആരാണെന്നൊന്നും ജനങ്ങൾ നോക്കിയില്ല. പിണറായി വിജയനെ തുടച്ചു മാറ്റണം, പിണറായി വിജയനെ തൂത്തെറിയണം. അതിന് കൈപ്പത്തിയോ കോണിയോ പിന്നെ ഈ തൂമ്പയും മമ്മട്ടിയുമോ തെങ്ങും തോപ്പോ എന്നൊക്കെ പറഞ്ഞ് LDF എതിരായിട്ടുള്ള ചിഹ്നം ഏതാണോ ആ ചിഹ്നത്തിൽ ആഞ്ഞു കുത്തുകയായിരുന്നു ജനങ്ങൾ ചെയ്തത് എന്നായിരിക്കും. ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പിണറായി വിജയനെ കേരളത്തിലെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള ആ ആവേശകരമായിട്ടുള്ള വോട്ടുത്സവത്തിൽ ഏറ്റവും ആർജവത്തോടുകൂടി ഏറ്റവും ഊർജ്ജസ്വലരായി പങ്കെടുത്തതിൽ വലിയൊരു വിഭാഗം CPMൻ്റെ അണികളും കേഡർമാരും അഭ്യുദയകാംക്ഷികളായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് 2026 ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ പോളിംഗ് കൂടാൻ, ഇത്രയേറെ ആവേശത്തോടുകൂടി ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യാൻ, ഇത്രയേറെ ആവേശത്തോടുകൂടി പുരുഷന്മാരും സ്ത്രീകളും യുവതികളും യുവാക്കളും എല്ലാം വന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണം മാത്രമേ ഉള്ളായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ച് ഇല്ലാതാക്കിയ, ജനാധിപത്യത്തെ കൊല ചെയ്ത, അഴിമതിയുടെ കൂത്തരങ്ങാക്കി കേരളത്തെ മാറ്റിയ, കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി തകർത്ത് ഇല്ലാതാക്കിയ, താൻ പ്രമാണിയായ, ഏകാധിപതിയായ, അഹങ്കാരിയായ, ഏകഛത്രാധിപതിയായ പിണറായി വിജയൻ എന്ന നേതാവിനെ എന്നേക്കുമായി കേരളത്തിൽ നിന്ന് തൂത്തെറിയുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.